പ്രിയപ്പെട്ടവരെ, നമ്മുടെ മദ്രസ കലാലയങ്ങളൊക്കെ തുറന്നു, ഇനി പലതും തുറക്കാനിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ മദ്രസയിൽ പോകാൻ ഞങ്ങളുടെ മക്കൾക്ക് മടിയാണ് ഉസ്താദേ, അല്ലെങ്കിൽ മദ്രസയിലെ പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാൻ അവർക്ക് വലിയ പ്രയാസമാണ്. നന്നായിട്ട് ഖുർആൻ ഓതി കാണാനും നിസ്കരിച്ച് കാണാനും ഞങ്ങൾക്ക് വല്ലാത്ത കൊതിയാണ്. അതിനെന്താ ഞങ്ങൾ ഓതേണ്ടത്, ചൊല്ലേണ്ടത്? പ്രത്യേകിച്ച് ഈ ഒരു മേഖലകളിൽ ഒട്ടനവധി കുട്ടികൾ പലപ്പോഴും കല്യാണം കഴിഞ്ഞു വരുമ്പോൾ, ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ക്ഷീണിതരായി തളർച്ച ബാധിച്ച് അല്ലെങ്കിൽ രോഗം ബാധിച്ച് ഈ കണ്ണേറിൻ്റെ പ്രയാസങ്ങളൊക്കെ പെട്ട് അങ്ങനെ വിഷമിക്കുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, വരാതിരിക്കാൻ, പ്രത്യേകിച്ച് ചില കുഞ്ഞു കുട്ടികളാണെങ്കിലും അമിതമായ വാശി കാണിക്കും. ആ വാശി മാറിക്കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് എന്താ മന്ത്രിച്ചു കൊടുക്കേണ്ടത്? അത്ഭുതങ്ങളായ ദിക്റുകൾ, എഫക്റ്റീവായ പരിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സവിസ്തരം സംസാരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിൽ ഒരുപാട് സന്തോഷങ്ങൾ, പ്രത്യേകിച്ച് ഒരുപാട് വിഷയങ്ങളിൽ ദുആയിൽ ഞങ്ങൾ ഓർക്കണം ചേർക്കണമെന്ന് പറഞ്ഞ ഒട്ടനവധി ആളുകൾ, എല്ലാവരുടെ മുറാദും അല്ലാഹു ഹൈസുലാക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും എല്ലാം നീക്കിത്തരട്ടെ. അള്ളാഹു നമ്മുടെ വളർന്നു വരുന്ന മക്കൾ, നമ്മുടെ തലമുറ, അവർക്ക് ദീനിയായ ചൈതന്യം, ദീനിയായ ഒരു പക്വത, പാകത അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ബർസഖ് അള്ളാഹു സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മദ്രസ കലാലയങ്ങളൊക്കെ ഏകദേശം തുറന്നു. ഇനിയും തുറക്കാൻ ഒട്ടേറെ മദ്രസകളുണ്ട്. നമ്മുടെ മക്കളെല്ലാം മദ്രസയിലേക്ക് പോകുന്ന ഒരു മൂമെൻറ്റ്. ഇവിടെ ഒരുപാട് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാർ പറഞ്ഞ വലിയൊരു സങ്കടം, ഉസ്താദേ മദ്രസയിലേക്ക് പോകാൻ വേണ്ടി കുട്ടികൾക്ക് ഒരു താല്പര്യം വരുന്നില്ല, അല്ലെങ്കിൽ മടി കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ചെറുപ്രായമാണെങ്കിൽ പോലും അവർ മദ്രസയിൽ പോകാൻ മടി കാണിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ അവർ ദീനിയായ ഉലൂമുകളൊക്കെ പഠിച്ചെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ അത് വേണ്ടതുപോലെ പാകപ്പെടുന്നില്ല. ഒട്ടനവധി സഹോദരിമാർ, ഉമ്മമാർ വിഷമങ്ങൾ പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താണ് അതിനു വേണ്ടി ഓതേണ്ടത്, ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു. നമ്മുടെ മക്കൾ അത് മതഭൗതിക സാങ്കേതിക വിദ്യകളിലൊക്കെ സമുന്നതരാകാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും പേരൻസുകളാണ്, മാതാപിതാക്കളാണ്. ലോകത്ത് വളർന്നു വന്നിട്ടുള്ള കേമന്മാരൊക്കെ, അത് മതരംഗത്താണെങ്കിലും ഭൗതിക രംഗത്താണെങ്കിലും ഏത് മേഖലകളിലും ഏതെങ്കിലും ഒരു മകൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് ഉമ്മമാരുടെ ഇടപെടൽ നിർബന്ധമായിട്ടുണ്ടായിട്ടുണ്ടാവും. എല്ലാവരുടെ, ഏത് മഹാന്മാരെ പരിശോധിച്ചാലും അങ്ങനെ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല കുഞ്ഞുനാൾ, ചെറുപ്പനാളിൽ തന്നെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട മഹാനായ വലിയ മഹാനാണ്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. പിന്നെ എങ്ങനെയാണ് അതെല്ലാം വീണ്ടെടുത്ത് ഏറ്റവും വലിയ സമുന്നതരായി ഇന്നും ഈ വർത്തമാനകാല ലോകത്ത് പോലും മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റായി അറിയപ്പെടുന്ന ഒരു മഹാ ഉലമാആയി, പണ്ഡിതനായി മാറിയത് എങ്ങനെയാണ്? അതിൻ്റെ പിന്നിൽ അവിടുത്തെ ഉമ്മയുടെ ആത്മാർത്ഥമായ ഇടപെടലാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ആത്മാർത്ഥമായ ദുആ, സപ്പോർട്ട്, അതങ്ങനെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെയും അങ്ങനെയാണ്. മുഹയ്യിദ് ശിഖർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മയുടെ ഇടപെടൽ അവിടെ കാര്യമായിട്ട് കാണാം. പ്രത്യേക ഉപദേശങ്ങൾ, പഠിക്കാൻ പോകുമ്പോൾ കളവ് പറയാൻ പാടില്ല, മര്യാദകൾ അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു സ്റ്റഡി കൊടുക്കുന്നുണ്ട്. ഉമ്മയുടെ മദ്രസ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെല്ലാം സമുന്നതരാകും, ഒരു കുഴപ്പമില്ല. ഒരു മകൻ്റെയോ മകളുടെയോ കാര്യത്തിൽ അനുസരണക്കേടോ വാശിയോ ദുർവാശിയോ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അതിന് നമ്മുടെ ഇടപെടൽ കൃത്യമായിട്ടുണ്ടാകണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മദ്രസയാകട്ടെ സ്കൂളാകട്ടെ, നമ്മുടെ മക്കൾ പഠിച്ച് മിടുക്കരാകാൻ വേണ്ടി ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഖൽബിൻ്റെ നീയത്താണ്. പഠിക്കുന്ന മക്കൾ, അതിപ്പോൾ ഒരു നീയത്ത് വച്ച് എനിക്ക് പഠിക്കണം, വലിയ ആളാകണം എന്ന് നീയത്ത് വെക്കാനും ആ ഒരു കരുതലുണ്ടാകാനും പാകപ്പെട്ട മക്കൾക്കാണല്ലോ പറ്റുള്ളൂ. ആ മക്കളങ്ങനെ കരുതണം, എനിക്ക് ദീനിയായ വിജ്ഞാനം പഠിച്ചെടുക്കണമല്ല. ആ നീയത്തോടെയാണെങ്കിൽ ആ മക്കൾക്ക് വളരെ സഡൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശക്തി അള്ളാഹു കൊടുക്കും. ആ നീയത്ത് പോലെയാണ്. ഇവിടെ ചെയ്യേണ്ടത് എന്താ? ഇവിടെ
അതിനൊക്കെ പാകുതയാകാത്ത കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ പോലും നിയ്യത്ത് മുന്നിലേക്ക് വെക്കേണ്ടത് മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാർ, നല്ലൊരു നിയ്യത്ത്, എൻ്റെ മോനും മോളും ഈ ഏത് പഠനമായിക്കോട്ടെ, ഭൗതിക പഠനമായിക്കോട്ടെ, മതപഠനമായിക്കോട്ടെ, മദ്രസ പഠനമായിക്കോട്ടെ, എൻ്റെ മോൾ പഠിച്ച് മിടുക്കരാകണമല്ല, നല്ലൊരു ദീനീ ബോധം, ചൈതന്യം അത് ഉണ്ടാക്കിത്തരണം പടച്ചവനെ എൻ്റെ മക്കളിലൂടെ എന്ന് ആഗ്രഹിച്ച ആ നിയ്യത്ത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. നിയ്യത്ത് മാത്രം കൽബിൽ വെച്ചാൽ പോരാ. ഇപ്പോൾ ദുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ഞാൻ കൃത്യമായിട്ട് കൽബിൽ വെച്ചു, നിയ്യത്ത് മനസ്സിൽ ഉറപ്പിച്ചു, അത് പറഞ്ഞു നാവുകൊണ്ട്, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ നോക്കി ഇന്ന് അന്തം വിട്ട് നിസ്കാരത്തിൻ്റെ കൂലി കിട്ടില്ല. ആ നിസ്കാരം പ്രാക്ടിക്കലായി ഇവിടെ നടക്കണം എന്ന് പറയുന്നത് പോലെ ഈ നിയ്യത്ത് നമ്മുടെ മക്കളുടെ കാര്യത്തിലെല്ലാം നമ്മൾ വച്ചതിന് ശേഷം പിന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ, കൂടുതൽ അവർക്ക് എളുപ്പമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് ഒന്നാമതായിട്ട് ദുആയാണ്. മക്കളുടെ കാര്യത്തിൽ നിരന്തരം ദുആകൾ നടക്കണം. ഒരു നിസ്കാരശേഷവും മക്കളുടെ കാര്യത്തിൽ ദുആ ചെയ്യാതിരിക്കുന്ന ഒരു ശൈലി ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. പിന്നെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മക്കളുടെ ശീലങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ ഓഫായിരിക്കുന്ന ഒരു സമയമാണ്, അവർ കൂടുതൽ കളിയിലേക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്, അതായത് അവരുടെ ഒരു സന്തോഷത്തിൻ്റെ, ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായിട്ട് അവർ പല സന്തോഷങ്ങളിലേക്ക് പോകും. ആ പോകുന്ന സന്തോഷങ്ങളെല്ലാം നമ്മൾ തടഞ്ഞു വെക്കണം എന്നല്ല, അവരെ കളിക്കാൻ വിടണ്ടെന്നല്ല, അവിടെയെല്ലാം നമ്മുടെ ശ്രദ്ധ വേണം. അവരുടെ കൂട്ടുകെട്ടും അവരുടെ കളികളും ബന്ധങ്ങളും ആരൊക്കെയായിട്ടാണ്, മോശപ്പെട്ട കൂട്ടുകളിലേക്കും നമുക്ക് കൂട്ടുകൂടാൻ പറ്റാത്തവരിലേക്കും കൂടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. കാരണം തീർച്ചയായും എവിടെയാണോ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവിടെ നിന്നിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ, കൂട്ടുകാരെ മോശമായാൽ അവരുടെ സംസാരങ്ങൾ, അവരുടെ ഭാഷ, ഇതൊക്കെ നമ്മുടെ മക്കളിലേക്ക് കയറി വരാൻ കാരണമാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ആരായിട്ട് കൂട്ടുകൂടണ്ടെന്നല്ല, നല്ല കൂട്ടുകാരുമായിട്ടുള്ള കൂട്ടുബന്ധം നമ്മൾ ഉറപ്പുവരുത്തണം. അവരൊന്ന് ശ്രദ്ധിക്കണം, മൈൻഡ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മക്കൾക്ക് വഴിതെറ്റാനുള്ള സകല സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്. അതായത് ലഹരി പദാർത്ഥങ്ങളിലൊക്കെ അടിമപ്പെടുന്നത് മാതാപിതാക്കൾക്ക് പോലും അറിയാൻ പറ്റാത്ത, അവസാനം കൈവിട്ടു പോകുന്നൊരു സമയത്ത്, ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഭാഗമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. അത്തരം അവസ്ഥാവിശേഷങ്ങൾ, മാറ്റങ്ങളൊക്കെ അവർക്ക് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, ദുആകൾ നടക്കണം. പിന്നെ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കളായ നമ്മൾ, അല്ലെങ്കിൽ പഠിക്കുന്ന മക്കളായ പ്രിയപ്പെട്ട മക്കളോടും പ്രത്യേകിച്ച് പറയാണ്, നമ്മുടെ ഓർമ്മശക്തി, ഗ്രാഹ്യശക്തി കൂടുതൽ ഉണ്ടാകാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനാദ്യമായിട്ടുണ്ടാകേണ്ടത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഒരു നടപടിക്രമം ശരിയായിട്ട് കാണുന്നത് നമ്മുടെ ബുദ്ധിവികാസത്തിൻ്റെ വളർച്ചയുടെ, നമുക്ക് പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ സുബഹി ബാങ്കിന് മുമ്പ് എഴുന്നേൽക്കുന്ന ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ, അത് നമ്മുടെ മക്കളിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായും അവർക്കുണ്ടാകുന്ന, പ്രത്യേകിച്ച് പഠന കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റിന് കയ്യും കണക്കില്ല. കാരണം ആ ഒരു നേരത്ത് അവർ കാര്യങ്ങൾ ഗ്രഹിച്ചു വെക്കുകയാണെങ്കിൽ അത് മരണം വരെ നമ്മുടെ തലച്ചോറിൽ സേവായിരിക്കും, അത് പോകില്ല എന്ന് പറഞ്ഞാൽ അത്രയേറെ ഗ്രാഹ്യശക്തി, ഓർമ്മശക്തി നിലനിൽക്കാൻ ആ ഒരു സമയം നമ്മൾ എഴുന്നേൽക്കൽ തന്നെ, ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റു, നന്നായിട്ട് ബ്രീത്ത് ചെയ്തു, ആ ഒരു സമയത്ത് സുബഹിക്ക് മുമ്പുള്ള നേരം. കാരണം സ്വർഗത്തിൽ നിന്ന് പിന്നെ മന്ദമാരുതൻ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അടിച്ചു വീശുന്ന ഒരു മനോഹരമായ രംഗമാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേരത്തെ എഴുന്നേൽക്കാനുള്ള തൗഫീക്ക് കൊടുക്കുന്ന ഒരു സന്ദർഭമാണ്. ആ ഒരു മുഹൂർത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സുബഹിൻ്റെ നേരത്ത് കിടന്നിറങ്ങുന്ന ഒരു പതിവോട് കൂടെയാണ് നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് പോകുന്നത്. പിന്നെയാണ് സ്കൂളുകളിലേക്ക്, കലാലയങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ സുബഹിൻ്റെ നേരത്ത് കിടന്നുറങ്ങിയായിരുന്നു, അത് ഈ സുബഹി നിസ്കാരം നിർവഹിക്കാൻ പറ്റിയില്ല. അത് ഈ സ്ഥിരം ഖളാ ആക്കുന്ന ഒരു ശൈലിയാണുള്ളത്. നിസ്കരിക്കാൻ പാകപ്പെട്ട മക്കളെ കുറിച്ചാണ് പറയുന്നത്. സ്ഥിരം ഖളാ ആക്കുന്ന ഒരു ശൈലി, അത് ആ നിസ്കാരം ശ്രദ്ധിക്കുന്നേ ഇല്ല. മദ്രസയിൽ ഒരു പക്ഷേ ചെല്ലുമ്പോൾ ദുഹർ നിസ്കരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അസർ നിസ്കരിക്കും, കാര്യമില്ല. ബറക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം സുബഹി നിസ്കാരം. 7 വയസ്സ് മുതൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. സുബഹി നിസ്കാരം ശീലിപ്പിച്ചു കൊടുക്കണം. ആ നേരത്ത് കുട്ടികൾക്ക് അവരുടെ പോർഷൻ പഠിക്കാനുള്ള, അല്ലെങ്കിൽ ഒന്ന് ആ പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം ഇട്ടുകൊടുക്കണം.
ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് രണ്ടാമത്തെ കാര്യമാണ്, നമ്മുടെ മക്കൾക്ക് ബുദ്ധിവികാസത്തിൻ്റെ നല്ല മെമ്മറി പവറിൻ്റെ ശക്തമായൊരു ഫലം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾ വെറും വയറ്റിൽ ആദ്യമായി കഴിക്കേണ്ട ആഹാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശാരീരികമായി ബുദ്ധിപരമായി വളർച്ചയുണ്ടാകാനും നല്ല ആക്റ്റീവായി നടക്കാനും നല്ല ഓടി നടക്കുന്ന ചുറുചുറുക്കുള്ള മക്കളാകാനും നല്ല ആരോഗ്യപരമായ മുന്നേറ്റമുണ്ടാകാനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെറും വയറ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി കഴിച്ചത് ഇളം ചെറിയ ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത്, ശുദ്ധമായ തേൻ ചേർത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നൊരു ശൈലി ഉണ്ടാകണം. ഒരുപക്ഷെ വെള്ളത്തിൽ ചേർത്തിട്ട് ചില മക്കൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ 1/2 ടീസ്പൂൺ തേനെടുത്തിട്ട് അവർക്ക് ഡയറക്റ്റ് കഴിക്കാൻ വേണ്ടി കൊടുക്കണം. ആ തേനിൽ നമ്മൾ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ മിനിമം ഒരു വട്ടം, സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സദ്റക്, ഈ സൂറത്ത് ഓതിയിട്ട് തേനിലേക്ക് മന്ത്രിക്കുക. കൊടുക്കുന്ന തേൻ വെള്ളമാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ തേനാണെങ്കിൽ ഡയറക്റ്റ് അതിലേക്ക് മന്ത്രിക്കുക. ഓരോ വട്ടമെങ്കിലും മിനിമം ഒരു വട്ടം, ഒരു 3 വട്ടമൊക്കെ ഓതിയാൽ ഈ 2 സൂറത്തും അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്, നല്ല ഗ്രാഹ്യശക്തി ഉണ്ടാവും. പ്രത്യേകിച്ച് അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന മനോഹരമായ സൂറത്ത് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. വലത് കൈ നെഞ്ചിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു 7 തവണ സൂറത്തു ശറഹ് പാരായണം ചെയ്യാൻ അത് യോഗ്യരായ അറിയാവുന്ന മക്കളോടൊന്ന് പഠിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും അവർക്ക് പഠന മേഖലയിൽ വളരെ മികവ് കാണിക്കാൻ സാധിക്കും, അവർ ഉന്നതരാകും. അപ്പോൾ ഈ ഒരു ശൈലി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ മറ്റൊരു 3ാമത്തെ കാര്യമാണ് മിസ്വാക്ക് ചെയ്യുന്ന. സാധാരണ നമ്മുടെ കുട്ടികൾ പല്ല് തേക്കുന്ന ഒരു ശൈലി രാവിലെ നമ്മൾ നിർബന്ധിപ്പിക്കും, ഉറക്കൽ നിന്ന് എണീറ്റാൽ പല്ലേക്കാൻ പറയും. കുറഞ്ഞ വളരെ റയറായ ആളുകൾ മാത്രമേ രാത്രി ആ ഒരു ശൈലി, കാരണം മക്കൾക്ക് ആ ഒരു ശൈലിയെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ട് അവരങ്ങനെ അലസമായി നടക്കും, അങ്ങനെ കയറി കിടന്നുറങ്ങും. ആ ഒരു ശൈലി മാറ്റിയെടുക്കണം. നിർബന്ധമായും രാവിലെ എത്രയേറെ കണിശതയോടുകൂടിയാണോ ബ്രഷ് ചെയ്യുന്നത് അത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കിടക്കാൻ നേരത്ത് മക്കളെ കൊണ്ട്, നമ്മളൊക്കെ ചെയ്യേണ്ട പരിപാടിയാണ്, നമ്മൾ പിന്നെ ചെയ്യുമല്ലോ, മുതിർന്നവരാണ്, മക്കളെ കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കുന്ന പതിവുണ്ടാക്കണം. വുളൂ ചെയ്യുന്നതിന് മുമ്പ്, വുളൂ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വുളൂ എടുക്കാൻ ആ മക്കളോട് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് അവർ പിന്നെ പാഠഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമല്ലോ, ചിലപ്പോൾ മഗ്‌രിബിന് ശേഷമായിരിക്കും ഇരിക്കുക, ചിലപ്പോൾ അസ്ർ കഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. എപ്പോഴാണോ അവർ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത്, ദീനിയായ ഉലൂമുകൾ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിരിക്കുക, ഖുർആൻ ഓതുന്നതിന് മുമ്പ് മിസ്വാക്ക് ഭയങ്കര സുന്നത്തല്ലേ. മിസ്വാക്ക് ചെയ്തിട്ട് പിന്നെ ഖുർആൻ ഓതുമ്പോൾ അത് ആസ്വദിക്കാൻ അള്ളാഹുവിൻ്റെ മലക്കൾ ഇറങ്ങി വരും. എത്ര ബഹുമാനമാണ്. ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ മക്കൾക്കും നമുക്കും ഇതൊക്കെ നമ്മൾ ശീലിക്കേണ്ടതാണ്. ആ ഒരു ശൈലി നിർബന്ധമായിട്ടും മിസ്വാക്ക് ഉണ്ടാകുന്ന അത് എത്രയേറെ കൂടുന്നോ അത്രയേറെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, മരണനേരത്ത് ഓർമ്മശക്തി ഉണ്ടാകുന്ന. അതുകൊണ്ടാണല്ലോ മരണനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഒരാൾ മരിക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അവർ മിസ്വാക്ക് ചെയ്യട്ടെ എന്ന് ഉലമാക്കൾ അടയാളപ്പെടുത്തിയത്. മിസ്വാക്ക് പതിവാക്കിയ ആൾ മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു മാത്രമല്ല, അത് നല്ല ക്ലിയർ ആയിട്ട് ചൊല്ലാൻ പറ്റുമെന്നാണ്. ഉറക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചു കൊടുക്കുക, മിസ്വാക്കിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളോട് പ്രത്യേകിച്ച് നമ്മൾ പാരായണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പാരായണം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ മനോഹരമായൊരു ഇസ്മ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? അള്ളാഹുവിൻ്റെ അൽ ഹക്കം അല്ലെങ്കിൽ യാ ഹക്കം യാ ഹക്കം യാ ഹക്കമു യാ അല്ലാഹ് എന്ന് പറയുന്ന ഈ ഒരു ഇസ്മ, ഈ ഒരു ഇസ്മ പ്രിയപ്പെട്ടവർ, ഇപ്പോൾ പലരും പറയാറുണ്ട് ഉസ്താദെ ഒരു അമിതമായ വാശി കാണിക്കുകയാണ് മക്കൾ, അനുസരണക്കേട് കാണിക്കുക, ദുർവാശി കാണിക്കുന്ന ഒരു ശൈലിയുണ്ട്, പ്രയാസമുണ്ട്. ആ പ്രയാസമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഏറ്റവും ബെനിഫിറ്റാണ് അള്ളാഹുവിൻ്റെ അൽ ഹക്കം അല്ലെങ്കിൽ ഹക്കം യാ ഹക്കമു യാ അല്ലാഹ്, ഈ ഒരു ഇസ്മ. അത് നമ്മൾ ഓതി എണ്ണം നോക്കണ്ട, കഴിവിൻ്റെ പരമാവധി കുറേ ഇങ്ങനെ ഓതിയിട്ട് വെള്ളത്തിലേക്ക് ഓതി മന്ത്രിച്ചിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ മന്ത്രിച്ചു കൊടുക്കുക. എത്ര എണ്ണം നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരെണ്ണം എടുക്കുക, ആ എണ്ണത്തിൽ ഓതുക. ആ എണ്ണത്തിൽ ഓതി 33 ഓതി, അല്ലെങ്കിൽ ഒരു 100 വട്ടം ഓതി ആ ഇസ്മ യാ ഹക്കമു യാ അല്ലാഹ് എന്ന ഇസ്മ ഓതി, എന്നിട്ട് ആ മക്കളെ ഒന്ന് മന്ത്രിച്ചു കൊടുത്തു. തീർച്ചയായും വല്ലാത്ത ബെനിഫിറ്റ്, ഗുണം അത് മുഖേന നമ്മുടെ മക്കൾക്കുണ്ടാകും. പ്രത്യേകിച്ച് നല്ല അനുസരണയുള്ള നല്ല മക്കളായിട്ട് മാറും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, മക്കളും ശ്രദ്ധിക്കണം, അറിയാവുന്ന യോഗ്യരായ മക്കൾ ശ്രദ്ധിക്കണം, വീട്ടിൽ നിന്നും പഠിക്കാൻ വേണ്ടി എന്താവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ആ ഇറങ്ങുന്ന നമ്മുടെ ആ പ്രവർത്തനം ഉണ്ടല്ലോ, അത് അള്ളാഹുവിനെ ഏൽപ്പിക്കണം. നാവ് കൊണ്ടല്ല, ഖൽബ് കൊണ്ട് ഏൽപ്പിക്കണം. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി, ബിസ്മി കൊണ്ടാണ് നമ്മുടെ ഇറക്കം തുടങ്ങേണ്ടത്.
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് മദ്രസയിലേക്ക് നല്ല ഖുർആൻ പഠിക്കാൻ വേണ്ടി പോകല്ലേ എന്ന് കരുതിയിട്ട് വലതുകാൽ വെച്ച് ഇറങ്ങാൻ പാടില്ല. ഇറക്കം ഇടതുകാൽ വെച്ചായിരിക്കണം. അത് വിശ്വലാസൻ മതങ്ങളുടെ സുന്നത്താണ്. അത് കരുതിയാൽ വല്ലാത്ത പുണ്യമാണ്. ആ ഇറക്കത്തിൽ കൂലിയാണ്. ബിസ്മി ചൊല്ലിയിട്ട് ഇടതുകാൽ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നിട്ടോ നിർബന്ധമായും പ്രിയപ്പെട്ടവരെ ആ ഇറക്കത്തോടു കൂടെ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമം കൊണ്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. എൻ്റെ കാര്യങ്ങൾ സകലതും ഞാൻ അള്ളാഹുവെ നിന്നെ ഏൽപ്പിക്കുകയാണ്. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എനിക്ക് ഒരു നന്മ ചെയ്യാനോ തിന്മയെന്നോ മാറിയിക്കാനോ ഒന്നിനും എനിക്ക് കഴിവില്ല. നിൻ്റെ കഴിവ് കൊണ്ടല്ല അത് നടക്കില്ല. അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത്. ആ ഒരു ഇറക്കത്തോടുകൂടി ആയത്തുൽ കുർസി ആ കുട്ടികൾ ഓതുമെങ്കിൽ അവർ ഓതണം. അല്ലെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരായിരിക്കാം. ഉമ്മമാർ നിർബന്ധമായിട്ട് ആയത്തുൽ കുർസി ഓതിയിട്ട് അവരെ പറഞ്ഞേക്കാവൂ. ഒരു അപകടമില്ലാതെ പ്രയാസമില്ലാതെ വിഷമമില്ലാതെ അവർ തിരിച്ചു വരാൻ വേണ്ടി ശ്രദ്ധിച്ചു കൊടുക്കാം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ വുളൂഓടുകൂടെ ദീൻ പഠിക്കാൻ വേണ്ടി പഠിക്കുകയാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വുളൂ വല്ലാത്ത പുണ്യമുള്ള അമലാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാൻ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻ കേട്ടുകൊണ്ടിരിക്കാൻ വുളൂഓട് കൂടെയാണെങ്കിൽ അത് കൂടുതൽ നഫ്അ ചെയ്യാൻ ഫലവത്താകാൻ വലിയ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇതൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ ഒരു അശ്രദ്ധമായിട്ട് പിന്നെ പെട്ടെന്ന് തല്ലിപ്പിടച്ച് അടച്ചിട്ട് മുഖം പോലും കഴുകാതെ ഞാൻ തന്നെ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. മദ്രസയിൽ വന്ന് പള്ളിയുടെ ടാപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയിട്ട് വിരലുകൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കയറി പോകുന്നൊരവസ്ഥ. കാരണം അത്രയേറെ മലീസ് പറ്റില്ല. അതുകൊണ്ടൊന്നും ദീനിയായ ഉലൂമുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. സ്വീകരിച്ചാൽ തന്നെ അത് നഫ്അ ചെയ്യില്ല, ഉപകാരപ്പെടില്ല. ഇത് ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ സ്വീകരിക്കേണ്ട ഇത് ഖുർആനിൻ്റെ ഇൽമാണ്, ഇത് അള്ളാഹുവിൻ്റെ ഇൽമാണ്, ഇത് പുണ്യ റസൂലിൻ്റെ പരിശുദ്ധമായ വിജ്ഞാനമാണ്. അതങ്ങനെ തന്നെ ബഹുമാനത്തോടെ നുകർന്നാൽ ഉപകാരം കിട്ടും. നമ്മൾ കണ്ടിട്ടില്ലേ, +2 ഒക്കെ കഴിഞ്ഞ് മദ്രസയിൽ +2 ഒക്കെ കഴിഞ്ഞ് പോയ മക്കളാണ്. ദീനായിട്ടോ നിസ്കാരമായിട്ടോ യാതൊരു ബന്ധമില്ല. അവരിങ്ങനെ നടക്കുകയാണ്. നിസ്കാരത്തിന് പോലും താല്പര്യമില്ലാത്ത അവസ്ഥയിൽ, എന്നാൽ ഭയങ്കരമായ ഉന്നതമായ മാർക്ക് വാങ്ങിയിട്ട് ടോപ്ലസ് ഒക്കെ വാങ്ങിയിട്ട് ഫ്ലക്സൊക്കെ വെച്ച മക്കളായിരിക്കാം. പക്ഷേ ഫലവത്തായില്ല. എന്തുകൊണ്ട്? അതിനെ സ്വീകരിക്കേണ്ട രീതി നമ്മൾ പറയില്ലേ, നല്ല കറി കൂട്ടാൻ കറിയൊക്കെ നല്ല അടിപൊളി കറിയാണ്, പക്ഷെ വിളമ്പിയത് കോളാമ്പിയിലായിപ്പോയി എന്നുള്ള പ്രശ്നമാണ്. അത് ശരിയല്ല. ആ ഒരവസ്ഥയിൽ നമ്മുടെ വിജ്ഞാനങ്ങൾ നമ്മുടെ മക്കളുടെ പഠനങ്ങളാകാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള ദുആകൾ, ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാ നമ്മുടെ മക്കൾ പഠിച്ച് ഏറ്റവും വലിയ മിടുക്കരാകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നിയ്യത്താണ്. പഠിക്കുന്നവരും പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന മാതാപിതാക്കളും നിയ്യത്ത് കൃത്യാക്കുക. പിന്നെ അവർക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സുബഹിൻ്റെ നേരത്ത് നിർബന്ധമായും എഴുന്നേൽപ്പിക്കുന്ന ഒരു ശൈലി നിർബന്ധമായെന്ന് പറഞ്ഞാൽ അതിന് യോഗ്യരായ മക്കളെ 7 വയസ്സായ ഒരു മോൻ 7 വയസ്സ് മുതൽ ഒരു മോനോ മോളോ വിരിപ്പിൽ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ മദ്രസയിൽ പോകട്ടെ പോകാതിരിക്കട്ടെ പഠിക്കുന്നവരായിട്ട് അല്ലാതിരിക്കട്ടെ തീർച്ചയായും പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിൽ പിന്നെ വാപ്പയും ഉമ്മയും പണിക്ക് പോകാതിരിക്കലാണ് നല്ലത്. ഒരു പണിക്കും പോണ്ട, ഒരു ബറക്കത്തും അല്ലാഹു കൊടുക്കില്ല. വെറുതെയാണ് അധ്വാനം. അങ്ങനെ ഉണ്ടാകാൻ തന്നെ പാടില്ല. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളെ ആ നേരത്ത് സുബഹിൻ്റെ നേരത്തൊക്കെ എഴുന്നേൽപ്പിച്ച് നല്ല ഉഷാറായിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് റാഹത്തായിട്ട് പഠിക്കാനിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക. അത് പ്രധാനപ്പെട്ട അമലാണ്. അതേപോലെ തന്നെയാണ് വെറും വയറ്റിൽ തേൻ ചേർത്ത വെള്ളം അല്ലെങ്കിൽ തേൻ അവർക്ക് കൊടുക്കും അതിനകത്ത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ശറഹ്, അലം നശ്റഹ് ലക സദ്റക ഓതി കൊടുക്കുക. പിന്നെ ആ മക്കളോട്, യോഗ്യരായ മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കുക. 7 വട്ടം സുബഹിസ്കാരം കഴിഞ്ഞാൽ വലത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ സൂറത്തുൽ ശറഹ്, അലം നശ്റഹ് 7 വട്ടം ഓതി അതങ്ങനെ പതിവാക്കാൻ പറയാം. അപ്പോൾ സ്കൂളിലും കോളേജിലും നമ്മളുടെ മക്കളുടെ മദ്രസയിലൊക്കെ പഠനതലങ്ങളിലൊക്കെ ഉന്നതരാകാൻ പറ്റും. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ മര്യാദ ഇടതുകാല് വെച്ചിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ദിക്ർ ചൊല്ലുക. ആയത്തുൽ കുർസി ഓതാൻ കഴിയുന്നവർ ഓതുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ ഓതുക. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ ഈ അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ, പിന്നെ ദുർവാശി കാണിക്കുന്ന മക്കൾ, അങ്ങനെയല്ലോ ഒരു പിടിവാശി ഭയങ്കര പ്രയാസമായിട്ട് തോന്നുന്നു. സാധാരണ കുട്ടികൾക്ക് വാശിയും പിന്നെ ചെറിയ വക്കാണൊക്കെ ഉണ്ടാവും. ഇത് ഭയങ്കരമായ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ അൽ ഹക്കം, യാ ഹക്കമു യാ അല്ലാഹ് എന്ന ഇസ്മ കഴിവിൻ്റെ പരമാവധി ഓതി വെള്ളത്തിലോ അവരേക്ക് ഓതി മന്ത്രിച്ചു കൊടുക്കുക, അവരെ മന്ത്രിക്കുക. അതൊക്കെ ഉപകാരപ്പെടുന്നതാണ്.
ഇനി മക്കളുടെ കാര്യത്തിൽ ലാസ്റ്റ് ഫൈനൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവർക്ക് ഈ പഠന മേഖലയിലും അവരുടെ പലപ്പോഴും അവരുടെ ആ ഒരു സെറ്റപ്പ്, ചിലപ്പോൾ സംസാരത്തിൽ, ചിലപ്പോൾ വേഷവിധാനത്തിൽ, അവരുടെ ആഹാര ഭംഗിയിലൊക്കെ കൂടുതൽ കണ്ണീറിൻ്റെ പ്രശ്നങ്ങൾ അത് ഉറപ്പായിട്ടും സംഭവിക്കാൻ വളരെ നിർബന്ധമായ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നല്ലൊരു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, നന്നായിട്ട് ഓതുന്ന കുട്ടികളാണെങ്കിൽ, സ്മാർട്ടാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണീരുണ്ടാവും. അതുകൊണ്ട് അവർക്കൊരു പക്ഷേ ഒരു സെക്യൂരിറ്റി കൊണ്ടുനടക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിർബന്ധമായും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ അവർക്ക് അവസരം ഉണ്ടാവുക, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ പിതാവ് ആരും ആയിക്കോട്ടെ ശ്രദ്ധിച്ചു കൊടുക്കുക. മക്കളെ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഇനി അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നാലും നമുക്ക് ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവസ് സമീഉൽ അലീം, ഈ ദിക്റുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഈ ആകാശഭൂമികളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു പടപ്പിനും സാധിക്കില്ല, ഒരു മഖ്ലൂക്കിനും ഒരു കുഴപ്പമുണ്ടാക്കാൻ പറ്റില്ല. അള്ളാഹിൻ്റെ ഇസ്മ കൊണ്ട്, അള്ളാഹിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ഈ ഒരു വാക്ക്, ഈ പരിശുദ്ധമായ ഈ ദിക്റ് 3 വട്ടം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലം യളുറുഹു, അവർക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകില്ല, ഒരു പ്രയാസം ഉണ്ടാകില്ല. അവർക്ക് ലം തുസിബുഹു, അവർക്ക് ഒരു മുസീബത്തും ബാധിക്കില്ല, ഒരു ശർറും ബാധിക്കില്ല, ഒരു അപകടവും ബാധിക്കില്ല. അവർ സലാമത്തായിരിക്കും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും പരിപാടി കഴിഞ്ഞിട്ടോ മദ്രസ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ മക്കൾക്ക് ക്ഷീണം ഉണ്ടാവും, ഒരു പ്രത്യേകമായ തളർച്ച, ഒരു വയ്യായിക, ഭക്ഷണം വേണ്ട, ഭയങ്കര ക്ഷീണമാണ്, ഒരു പ്രയാസപ്പെടുന്ന പോലെ, അപ്പോൾ അവരെ മന്ദിച്ചു കൊടുക്കുക. സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂൽ, അതേപോലെ തന്നെ പരിശുദ്ധമായ ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, പരിശുദ്ധമായ സൂറത്തുൽ ഹസറിൻ്റെ അവസാനത്തെ ഭാഗം, അതേപോലെ തന്നെ പരിശുദ്ധമായ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, പിന്നെ ഏതെങ്കിലും സ്വലാത്ത്, ഇത്രയും കാര്യങ്ങൾ 7 വട്ടം വീതം ഓതിയിട്ട് അവരുടെ ശരീരത്തിൽ നമ്മൾ ഇസ്വി എന്ന് പറഞ്ഞ് മന്ത്രിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ മന്ത്രിച്ച വെള്ളം അവർക്ക് ഇത് ഓതിയിട്ട് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് ഒന്ന് റിലീസാകാൻ പറ്റും. ആ കണ്ണീറിൻ്റെ ഷെറിൽ നിന്നൊക്കെ, പൈശാചികമായ ഷെറിൽ നിന്നൊക്കെ വലിയ കാവലുണ്ടാവും. ഇത് ചെയ്തു കൊടുക്കുക. ഒരു ദിവസം കൊണ്ട് പറ്റിയില്ലെങ്കിൽ 7 ദിവസം ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടി കാരണമാവും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മക്കൾ പഠിച്ച് ഉന്നതരാകാൻ, നല്ല ബുദ്ധിശക്തിയുള്ള, സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും നല്ല യോഗ്യരായ മക്കളാകാൻ ശ്രദ്ധിക്കേണ്ടതും, നമ്മുടെ മക്കൾക്ക് മദ്രസയിൽ പോയി പഠിക്കാൻ, സ്കൂളിൽ പോയി പഠിക്കാനുള്ള മടി മാറാനുള്ളതും, അവരുടെ ദുർവാശി മാറിക്കിട്ടാനുള്ള പ്രധാനപ്പെട്ട മരുന്നുകളും പ്രധാനപ്പെട്ട അതിൻ്റെ മന്ത്രങ്ങളുമാണ് നമ്മളിന്ന് സംസാരിച്ചിട്ടുള്ളത്. കഴിവിൻ്റെ പരമാവധി നമ്മൾ ഈ ക്ലാസ് കേൾക്കണം. നമ്മുടെ എല്ലാ മക്കൾക്കും ഉപകാരപ്പെടട്ടെ. ഒരുപാട് മക്കളുണ്ടല്ലോ, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലക്ക് പരമാവധി ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഇതിൻ്റെ നന്മകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ അൻവാർ ഫജൻ്റെ കുടുംബത്തിലെ മക്കൾ പ്രത്യേകിച്ച് എല്ലാ മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മതബൗദ്ധിക സാങ്കേതിക വിദ്യകളിൽ സമുന്നതരാകാനുള്ള ഭാഗ്യം അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നല്ല അനുസരണയുള്ള മാതാപിതാക്കൾക്ക് നമുക്ക് ജീവിതത്തിലും ഖബറിലും നാളെ ഖിയാമത്ത് നാളിലും ഉപകരിക്കുന്ന, കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന നല്ല മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ മാറ്റട്ടെ. മക്കളില്ലാത്തതിൻ്റെ വേദനയിൽ കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മുടെ പരിചയത്തിലുണ്ട്, ഇല്ലാത്തവരിലുണ്ട്, ഒരുപാട് നാട്ടിലുണ്ട്. ആരൊക്കെ ഈ വിഷയത്തിൽ വേദനിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ മഹലായ ഫദ്ല് കൊണ്ട്, അവൻ്റെ ഇഷ്ടപ്പെട്ട മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ നല്ല സുന്ദര കുസുമങ്ങളെ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله
بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة